ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് തന്നെ നീച്ച് കുളിച്ച് മാറ്റിയൊക്കെ ഒരുങ്ങിക്കണം. നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി വരാമെന്ന് കരുതിക്കാണ്ട് ഒരുങ്ങി ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയപ്പോത്തിന് 8:30 ഒക്കെ ആയതിന് സമയം. എല്ലാവരും മാറ്റി ഒരുങ്ങിയപ്പോത്തിന് ജോമോ നേരത്തെ ഒരുങ്ങിയിട്ട് ഐസിയും ഷെമി നീച്ചാനും വൈകിയും അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് നമ്മളെ പെട്ടി സാധനവും സകല സാധനങ്ങളും എടുത്ത് നമ്മൾ പോവാട്ടോ, മാറ്റിയൊരുങ്ങി പോവാണ്. അപ്പോൾ വണ്ടി ഇത് നമ്മൾ നേരെ മുന്നിൽ തന്നെ ഇനിയിട്ട് ഇട്ടിനത്, നമ്മളെ റൂമിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇനിയിട്ട് ഇട്ടിനത്. അതാ നമ്മൾ പുറത്ത് പോവാട്ടോ, ചാർമിനാർ ഇതൊക്കെ കാണാൻ പോവാണ്. സിറ്റി. അതെ, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഫുള്ള് കറക്കാട്ടോ. ഇന്നത്തെ ദിവസം ഏതായാലും വന്നില്ലേ, അപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോവാ വിചാരിച്ച്. അപ്പോൾ ഇന്ന് കറക്ക വണ്ടി നമ്മൾ ഇവിടെയൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോമോ പുള്ളിക്കാട് പോയിരോ വരട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ജോമോൻ ആരാന്ന് ആരോ കമൻറ്റ് ഇട്ടീനി. ജോമോനിൻ്റെ ഇളച്ചനാണ് കേട്ടോ, ഷെമീൻ്റെ അനിയനാണ് ജോമോന്. നമ്മൾ പോണതും ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകണതും കാണണൊക്കെ. അപ്പോൾ കാണുന്നതും പോണേ വിചാരിച്ചിട്ടാണല്ലോ കേട്ടോ എൻ്റെ ജീവിതത്തിൽ അവിടെയൊക്കെ കാണും. ഞാൻ ഷെമിനോട് ഇങ്ങനെ പറയൂ ഞങ്ങൾക്കൊന്ന് കാട്ടി തന്നൂട്ടെ എന്നൊക്കെ, പക്ഷെ കാട്ടി തരൂ കാണുന്നൊന്നും വിചാരിച്ചിട്ടേ അല്ല. അത് ഇത്രയും ദൂരം ഇവിടെയല്ലേ. അപ്പോൾ ഏതായാലും ഒന്ന് കാണാൻ പോവുകയാണ് ഞങ്ങൾ. ഫൈനലി ഇനി ബസ്സിലാണ് പോണേ. ബസ്സിലാണ് പോവാ. ബസ്സൊക്കെ കയറിയിട്ടാട്ടോ പോകണം നമ്മൾ, അല്ലെങ്കിൽ ഊബർ വിളിച്ച് പോകണം. എന്നാലും ഞങ്ങൾ ഊബർ വിളിച്ചാണ്ട് ചായ കുടിക്കാനൊക്കെ പോയത്. മുഖമൊക്കെ എന്തോ ആയിട്ടോ, ഇങ്ങനെ തണുപ്പും ചൂടും എന്തോ ക്ലൈമറ്റ് എന്തോ മാറിയിട്ടാ തോന്നുന്നുണ്ട്. മുഖമൊക്കെ എന്തോ ആയി, അതേപോലെ ചുണ്ടൊക്കെ ആകെ പൊട്ടി സീനായിക്കണ്. ടെർബനൊന്നും ചുറ്റാനും കെട്ടാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇനി ഡ്രസ്സ് ഏതായാലും എടുത്തിട്ട്, ഡ്രസ്സ് ചുളുങ്ങി ആകെ അങ്ങേറ്റത്ത് എത്തിക്കണ്. ബാഗിൽ കുത്തിത്തിരികി പോകുന്നല്ലേ. നല്ല കാറ്റ് കിട്ടോ നേരെ വെളുത്തപ്പോൾ. കുറച്ചേരം കഴിയുമ്പോൾ ഭയങ്കര ചൂടാട്ടോ, പൊള്ളണ ചൂടാ. എന്നാലും ചായ അടിച്ചാൻ ഇറങ്ങിയപ്പോൾ എന്തൊരു ചൂടാന്ന്. നമുക്കിന്ന് കറക്കം വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടി വെച്ചാണ്ട് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ. അങ്ങോട്ട് കുറച്ച് പോവാണ്ട്. അപ്പം പിന്നെ നമ്മൾ കുറച്ച് റോട്ടിക്ക് അങ്ങോട്ട് നടന്നിട്ട് വണ്ടി കയറരുത് അങ്ങനെ പോവാട്ടോ. അപ്പോൾ പോയപ്പോൾ ഇതാക്കണ ഇവര് ജോമോ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ അവിടെ ഒരു മക്കാമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നിന്നിൻ്റെ നേരെ അടുത്താണ് കേട്ടോ. അവിടെ ഒരു മക്കാമൊക്കെ ഉണ്ട്. എന്താ ഏതാ ചരിത്രമൊന്നും നമുക്കറിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു കാൽച്ചായ കുടിച്ചിട്ടോ. വണ്ടീനെ ജോമോ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാൽച്ചായ കുടിച്ചപ്പോത്തിന് വണ്ടി എത്തി കേട്ടോ. പിന്നെ നേരെ നമ്മൾ വണ്ടി കയറി പോവാണ് കേട്ടോ. ഒടുക്കത്തെ ചൂടാട്ടോ, നല്ല വെയിലും ചൂടാണ്. നാട്ടിലെല്ലാം മഴയെന്നൊക്കെ ഇങ്ങനെ ഉമ്മയൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, നല്ല മഴയാണ് 2 ദിവസമായിട്ട് നിൽക്കാതെ പെയ്യണ മഴയെന്നൊക്കെ. പക്ഷെ ഇവിടെ നല്ല ചൂടാട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. സ്കൂൾക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കാട്ടോ. മക്കൾ സ്കൂൾക്ക് പോണതും ജോലിക്ക് പോണോലും ഒക്കെ കൂടിയായിട്ട് നല്ല തിരക്കാട്ടോ. അങ്ങനെ നേരെ നമ്മൾ അവിടെ എത്തി, വണ്ടിയൊക്കെ ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് ഇത് അങ്ങനെ നടന്നുകൊണ്ട് അപ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഷെമിയൊക്കെ അന്ന് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ രാത്രിയെ വന്നിനെന്നാണ്. അപ്പോൾ നല്ല രസം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഷെമി ഫുള്ള് കടയും ഒക്കെ തുറന്ന് നല്ല സെറ്റ് ചെയ്നി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വന്നപ്പോൾ അങ്ങനെ രാവിലെ തന്നെയല്ല നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ തുറക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്ന് തുറക്കണോ ആവണമൊക്കെ ഉണ്ട്. പക്ഷെ വല്ലാതായിട്ട് തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ പോയതാണ്. പിന്നെ ചായ കുടിച്ചിട്ട് ഇറങ്ങാം പർച്ചേസിങ്ങിന് എഴുതി ചായ എടുക്കാൻ പോയിട്ടോ. പിന്നെ അങ്ങനെ ഓരോന്ന് നോക്കണം. ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല. വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ തന്നെ രസമല്ലേ. ഈ കടയിൽ പോയിക്കാണ്ട് ഞങ്ങളൊക്കെ ചോദിച്ചതാട്ടോ. അപ്പോൾ അയാളൊക്കെ സെറ്റാക്കണുള്ളൂ, സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ പള്ളിയിൽ പോയിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇതിങ്ങനെ റീൽസിലൊക്കെ കാണാം ഓരോരുത്തരെ ഈ പ്രാവ് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതും പ്രാക്കൾ പാറണതൊക്കെ. ഞാൻ ഐസനോട് കുറേ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടക്കുക ഐസ പോയത് തന്നെയല്ല, നമ്മളടുത്തവിടെ കുത്തുന്നത് കുറച്ച് കലിപ്പിലേന് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അമ്മൂ ഞങ്ങളങ്ങോട്ട് നടക്കുമ്പോൾ ഒരു കുപ്പിവളൻ്റെ ഒരു കടയൊന്നുമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അതിലായിട്ട് കയറിയിട്ട് കണ്ണ് തള്ളിപ്പോയി, ഏതെടുക്കണമെന്ന് അറിയില്ല അമ്മ. പിന്നെ ഐഷമോൾ ഇതെനിക്ക് ഓരോന്ന് കാട്ടിയിട്ടുണ്ട്, ഇതെടുത്തക്കമ്മ അതെടുത്തക്കമ്മ. ഞാൻ പിന്നെ കമ്മൽ അങ്ങനത്തെ ഐറ്റംസൊന്നും ഞാൻ അങ്ങനെ ഇടലും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ എടുക്കാം, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉച്ച ആയപ്പോൾ തുടങ്ങി കേട്ടോ തിരക്ക്. അത്രയും നേരം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സംഭവം അടിപൊളി കേട്ടോ കാണാനൊക്കെ. നമ്മൾ പിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ, അതിൻ്റെ അതുകൊണ്ട്. പിന്നെ അതങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഇതിലൊക്കെ ഒന്നും ഇങ്ങനെ കറങ്ങിട്ടോ, വെറുതെ ഒന്ന് നോക്കാൻ പോയി. അപ്പോൾ ഇത് അടിപൊളി നല്ല പാർട്ടി. ഇത് കണ്ടപ്പോൾ ഷെമിനോട് എനിക്ക് അതൊന്ന് വാങ്ങി തന്നാലോ പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ. നല്ല വർക്കുള്ള ഡ്രസ്സ് കണ്ടപ്പോഴേ പിന്നെ ഐഷമോള് കുഴങ്ങി. നമ്മളിങ്ങനെ നടക്കല്ലേ, അങ്ങനെ ഓള് കുഴങ്ങി. ഓള് ഇതാ ഷെമിൻ്റെ തോളിൽ കയറിയിരിക്കണ്. പിന്നെ ഞങ്ങൾ 3 ആളും അങ്ങനെ നടക്കന്നെ, എല്ലേലും നടക്കാട്ടോ. അങ്ങനെ നടന്ന് ഒരു വിധമായി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ. വൈകുന്നേരമായിട്ട് അപ്പോത്തിനും അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്നിട്ടോ.
അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാനും കുഴങ്ങിക്കണ്, നടന്ന് കുഴങ്ങിക്കണ്. എൻ്റെ മുഖമൊക്കെ ആയ കോലം ഉണ്ടല്ലോ, പോയപ്പോഴത്തെ കോലമല്ലല്ലോ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടുന്ന് പോന്നു കേട്ടോ. അതുവരെ കുറേയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പിന്നെ ഞങ്ങൾ പോന്ന് ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് ഈ വൈകുന്നേരം നേരമായിട്ട് ബസ്സും വണ്ടിയും ഒക്കെ കൂടി ഉണ്ടായിട്ടേ റോഡ് ഫുള്ളാട്ടോ. പിന്നെ സ്കൂൾ വിടണ നേരമായില്ല, അപ്പോഴത്തേനും ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വണ്ടിയിലിരുന്ന് അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ പോരുന്നപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. കുറേ മക്കാമുകളുണ്ട് കേട്ടോ അവിടെ. അതാ ഞാൻ വീഡിയോ എടുത്തത്. ഇങ്ങനെ അതെന്താ സംഭവം ഇനി ഫോണിലൊക്കെ അടിച്ചോക്കണം, നമുക്ക് അറിയൂലല്ലോ ഇങ്ങനെ ഹൈദരാബാദ് എന്താണ്. കുറേ മക്കാമുണ്ട്, നമ്മളിങ്ങനെ കണ്ട് അവിടെയും ഇവിടെയൊക്കെ കണ്ട്, റോഡിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലൊക്കെ ആയിട്ട്. എന്താണെന്നറിയില്ല, ആരുതാ അങ്ങനെയൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഷെമിനോട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഷെമിക്കും അറിയില്ല എന്താണെന്നൊന്നും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ. പോരുന്ന വൈമതാ നല്ല അടിപൊളി റോഡൊക്കെ കേട്ടോ. എന്താ രസം കാണാൻ. നോക്കിയാണെങ്കിൽ ഗൾഫിൽ പോയ മാതിരിയുണ്ട്. ഗൾഫിൽ ഞാൻ പോയിട്ടൊന്നുമില്ലെങ്കിലും. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നമ്മളെ ലാറിയിൽ തന്നെ എത്തിട്ടോ. ലാറിയിൽ തന്നെ എത്തിഞ്ഞപ്പോൾ ഷെമി ഇങ്ങനെ ലോഡ് ഉണ്ടോ വിളിച്ചു നോക്കിയിനി. അങ്ങനെ നമുക്ക് ലോഡ് കിട്ടി. ലോഡ് കിട്ടിയപ്പോൾ പിന്നെ നേരെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇന്ന് ലോഡ് കയറ്റൂല, നാളെ ലോഡ് കയറ്റുള്ളൂ. നാളെ രാവിലെ 6 മണിക്കേ കയറ്റുള്ളൂ. അപ്പോൾ ഷെമി പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയിട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉറങ്ങാൻ, എന്നിട്ട് നാളെ നേരത്തെ നിന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ നീച്ചാൻ വണ്ടി വെച്ചുകൊടുത്താൽ മതിയല്ലോ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ലോഡ് കയറ്റാനുള്ളടത്തേക്ക് പോയിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്